നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായി ഉണ്ടായ 3 റേപ്പ് കേസുകളും അതേക്കുറിച്ചുള്ള വിവാദങ്ങളും വാർത്തകളും അറസ്റ്റും ജയിൽവാസവും ഒക്കെ ഒരു നേതാവിനെ സൃഷ്ടിച്ചു. ആ നേതാവ് മറ്റാരുമല്ല, ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന അടൂരുകാരിയാണ്. CPIയുടെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് പിന്തുണച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടേണ്ടി വന്നു. കാരണം അന്ന് റിപ്പോർട്ടർ ചാനലിൽ നിന്നും ശ്രീനാദേവിയെ വിളിച്ച് രാഹുലിൽ നിന്നും എന്തെങ്കിലും മോശം അനുഭവമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരതിനോട് പ്രതികരിച്ചതോടുകൂടിയാണ് അവർ ആദ്യം വാർത്തയിൽ ഇടം നേടുന്നത്. സ്വാഭാവികമായും പിന്നീട് അവർക്ക് പാർട്ടി വിടേണ്ടി വന്നു. വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ചുകൊണ്ടിരുന്ന ഒരു കുത്തക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ശ്രീനാദേവി മത്സരിച്ച് ജയിച്ചു. ഇത് വലിയ ചരിത്ര സംഭവമായി വിലയിരുത്തപ്പെടുന്നു. നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെങ്കിലും ഇടതുപക്ഷത്തിന്റെ കുത്തക സീറ്റാണ് ശ്രീനാദേവി പിടിച്ചെടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഏതാണ്ട് 5000-ഓളം വോട്ടിന് നേടിയ സീറ്റ് 200 വോട്ടിനാണെങ്കിലും ശ്രീനാദേവി പിടിച്ചെടുത്തു. പിന്നീട് ശ്രീനാദേവി നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ, ശ്രീനാദേവിയുടെ അഭിമുഖത്തിലൂടെ പുറത്തേക്ക് വന്ന വിവരങ്ങളൊക്കെ ശ്രീനാദേവിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത ഒരുക്കി കൊടുത്തു. ശ്രീനാദേവിയുടെ ഒരു വിശദമായ ഇന്റർവ്യൂ മറുനാടൻ എടുത്തു. ആ ഇന്റർവ്യൂവിൽ ശ്രീനാദേവി ഓരോ വിഷയത്തോടും പ്രതികരിച്ച രീതി, അവരുടെ ഭാഷാശുദ്ധി, അവരുടെ കൃത്യമായ ധാരണ, ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി. ഇതിന് തുടർച്ചയായി 24 തുടർച്ചയായി അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. തമ്മിൽ എന്ന ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ സ്ഥിര സാന്നിധ്യമായി മാറുന്നു. ഇതിലെ കട്ടിങ്സുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. കോൺഗ്രസ് യുവ നേതൃത്വത്തെയൊക്കെ മറികടന്നുകൊണ്ട് ശ്രീനാദേവി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും നിഷ്പക്ഷ സമൂഹത്തിനിടയിലും ശ്രദ്ധ നേടുന്നു. കൃത്യമായി കണക്ക് വെച്ചവർ സംസാരിക്കും, ഒഴുക്കുപോലെ സംസാരിക്കും, മനോഹരമായ ശബ്ദത്തിൽ സംസാരിക്കും. അങ്ങനെ ശ്രീനാദേവി പൊടുന്നനെ ഏറെ പേരുള്ള പ്രശസ്തിയുള്ള നേതാവായി മാറുന്നു. ശ്രീനാദേവിയെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രോഗ്രാമുകൾക്ക് വിളിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകർ, മറ്റ് പല സന്നദ്ധ സംഘടനകളും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാത്രമല്ല, മറ്റ് വിഷയങ്ങളിലൊക്കെ ശ്രീനാദേവി സൂക്ഷ്മതയോടെ നടത്തുന്ന പ്രതികരണങ്ങൾക്ക് വലിയ കയ്യടിയാണ്. എഴുത്തുകാരിയും പൊതുപ്രവർത്തകയും കോൺഗ്രസിലെ തന്നെ സാംസ്കാരിക സാഹിതി നേതാവുമായ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്ന എല്ലാവർക്കും അറിയാം. രാഹുലിനെ എടാ വാട എന്ന് വിളിച്ചുകൊണ്ട് ഷഹനാസ് പല പ്രതികരണങ്ങൾ നടത്തി. ഷഹനാസുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ 24 ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഷഹനാസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇതേക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു. ഷഹനാസിനെതിരെ വലിയ സൈബർ ആക്രമണം നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ് മാത്രമല്ല, മറ്റനേകം പേർ അതിര് കടന്ന് തന്നെ ഷഹനാസിനെ അധിക്ഷേപിച്ചു എന്നതാണ് വാസ്തവം. പല ചോദ്യങ്ങളും പലരും ഉയർത്തി. ഷഹനാസ് ഇതിനെയൊക്കെ അവഗണിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനിടയിൽ പൊടുന്നനെ ഷഹനാസ് ആർക്കൊക്കെയോ എതിരെ കേസ് കൊടുത്തു എന്ന് വാർത്ത വന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളൊന്നും പിന്നീടൊട്ട് കേട്ടൊന്നുമില്ല. ഇതിനിടയിലാണ് ഇന്നലെ ശ്രീനാദേവി കുഞ്ഞമ്മ ഷഹനാസിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് മിനിറ്റുകൾക്കുള്ളിൽ വൈറലായി. ആ പോസ്റ്റിന് ഉത്തരം ഷഹനാസ് പറയുന്നത് കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ശ്രീനാദേവിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും ഷഹനാസ് MA എന്ന് പേരുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ അപമാനിക്കുന്ന രീതിയിലും VR സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീറ്റു ആരോപണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു ആദ്യ സെൻറ്റൻസിൽ തന്നെ നിഗൂഢമായ അർത്ഥങ്ങളുണ്ട്. അതായത് എനിക്ക് ഷഹനാസിനെ അറിയില്ല, ഞാൻ മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും കേട്ടതാണ് എന്നുള്ള പ്രഖ്യാപനം. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പലതവണയായി കാണുവാനുമിടയായി. ഷഹനാസ് എന്നവർക്കെതിരെ സാഹിത്യകാരൻ VR സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ ഇവർ പലതവണ കോടതിയിൽ ഹാജരാകാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായി അറിഞ്ഞു. അപ്പോഴാണ് ഞാനൊരു വാർത്ത ശ്രദ്ധിച്ചത്. നിബു വർഗീസ് എന്ന ഒരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ അവർ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. പക്ഷെ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെ അല്ല. സ്വാഭാവികമായും നമുക്ക് ഉറപ്പിക്കാം, നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കാനുള്ള ഒരു വാദങ്ങളും ഇവരുടെ കയ്യിലില്ല എന്ന്. അതുകൊണ്ടാണ് ഇവർ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തോ കുറിപ്പുകൾ എഴുതിയ നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തത്. നിയാസ് മലബാറി IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മെഹന്തി ഇടുന്ന പടമിടുന്നു. നിങ്ങൾക്ക് 2 ID കാർഡില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ബീച്ചിലിരുന്ന് കുമിള വിടുന്ന പടമിടുന്നു. പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് 2 അക്കൗണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. അതല്ലാതെ വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരിക്കലും ഇവർ പറഞ്ഞില്ല. അവരുടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടാകാം എന്നതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല.
പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസമായിട്ടും ആരോപണ വിധേയയായ ശ്രീമതി എം.എ. ഷഹനാസ് സത്യം എന്തെന്ന് പറഞ്ഞു കണ്ടില്ല. IAS നേടി എന്ന് വ്യാജമായി പറയുകയും അതിന് പേരിൽ സ്വീകരണവും മറ്റ് കാര്യങ്ങളും നേടുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്. IAS ആണെന്ന് പറഞ്ഞ് ഇവർ നാട്ടിലും വിദേശത്തും എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാൽ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UPSC ചെയർമാനും കേന്ദ്ര മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും കേരള ഗവർണർക്കും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കും ഇന്ന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. 2014 റിസൾട്ട് പരിശോധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെന്നാവശ്യപ്പെട്ട് UPSCയെയും സമീപിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് പഠനത്തിന് വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷെ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യരായ നുണയർക്ക് മാത്രമേ സാധിക്കൂ. ചരിത്രത്തിലെ കരുത്തുറ്റ അന്തസ്സുള്ള സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തണലിൽ നിന്നുകൊണ്ട് സൗകര്യപൂർവ്വം ആദർശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും പുലമ്പുന്ന ചില സ്ത്രീകൾ ഇന്ന് വലിയ സ്ത്രീപക്ഷവാദികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്നുണ്ട്. ഒരുപാട് അന്തസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും നഷ്ടപ്പെടലുകളിലൂടെ സൃഷ്ടിച്ചെടുത്ത ആത്മത്യാഗത്തിന്റെ ചരിത്രമാണ് നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിനുള്ളത്. ഇതിന്റെ ഇന്നലകളിൽ നുണകളില്ല. ഇന്നുകളിലും നാളകളിലേക്കും സ്ത്രീ സമൂഹത്തിന് അഭിമാനത്തോടെ നടന്നു നീങ്ങാൻ സാധിക്കുന്ന സത്യത്തിന്റെ വെളിച്ചം കൂട്ടിനുണ്ട്. അല്ലാത്തതെന്തിനും നീർക്കുമിളകളുടെ അല്പജൽപ്പനം മാത്രമാണ് സ്വന്തം. ഷഹനാസ് നീർക്കുമിള വിടുന്ന ഒരു ചിത്രത്തോടു കൂടിയാണ് ശ്രീനാദേവി ഇങ്ങനെയൊരു കുറിപ്പ് എഴുതിയത്. ഷഹനാസുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന സ്ഥിരീകരിക്കാത്ത ഒരുപാട് ആരോപണങ്ങളെക്കുറിച്ച് തന്നെയാണ് ശ്രീനാദേവിയും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഷഹനാസ് പഠനകാലത്ത് IAS കിട്ടി എന്ന് കോളേജിൽ അറിയിക്കുകയും അവിടെ സ്വീകരണം ഒരുക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയ ആരോപണം കഴിഞ്ഞ കുറേ കാലമായി അന്തരീക്ഷത്തിലുണ്ട്. ആ ആരോപണത്തെ അടിവരയിടുന്ന തരത്തിലാണ് ശ്രീനാദേവിയുടെ കുറിപ്പ്. ഷഹനാസ് പക്ഷേ ഇതിനൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. പതിവ് പോലെ ചോദ്യങ്ങൾക്കുത്തരം നൽകാതെ ഷഹനാസ് ഇങ്ങനെ ഒരു ചെറിയ കുറിപ്പിട്ടു. അമ്മായിയുടെ കുൽസിതങ്ങൾക്ക് കാതോർക്കാതെ കുറച്ച് തിരയെണ്ണാം. കോഴിക്കോട് ബീച്ച് തിര നമ്പർ 1. കല്യാണം കൂടാൻ വിളിക്കണേ, തൊട്ര പാക്കലാം, ഫ്രഷി. ഇത്രയുമാണ് ഷഹനാസിൻ്റെ മറുപടി. ഷഹനാസ് അമ്മായി എന്ന് വിളിച്ചത് ഷഹനാസിനേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ശ്രീനാദേവിയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശ്രീനാദേവിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ശ്രീനാദേവിയെ പരിഹസിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടരുണ്ട്. യൂട്യൂബിലെ ചില ഞരമ്പന്മാരുടെ നേതൃത്വത്തിലുള്ളവർ. അവരൊക്കെ അമ്മായി എന്ന് വിളിച്ച് ശ്രീനയെ പരിഹസിക്കുന്നത് പതിവാണ്. അതാണോ ഷഹനാസ് ഏറ്റെടുത്തതെന്ന് വ്യക്തമല്ല. എന്തായാലും ഷഹനാസ് ഗൗരവമേറിയ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആവശ്യമാണ്. ഷഹനാസ് നിരപരാധിയാവാം. അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്, പൊതുപ്രവർത്തകയാണ്, എല്ലായിടത്തും സ്വീകാര്യതയുള്ള ആളാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെങ്ങനെ തിരയെണ്ണിയല്ല മറുപടി പറയേണ്ടത്. വ്യക്തതയോടുകൂടി ഉത്തരം പറയേണ്ട ബാധ്യത ഷഹനാസ് ഏറ്റെടുക്കണം.